ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതി. മതിയോ? മതിയോ? ഹലോ. അപ്പോൾ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദ വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഒരു ബിസിനസ് മോട്ടിവേറ്ററാണ്. അതായത് ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ മെയ് 2021, 22 തീയതികളിൽ കോഴിക്കോട് വെച്ചിട്ട് ഒരു ബിസിനസ് കോൺക്ലേവ് നടക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബിസിനസ് പേഴ്സണാലിറ്റീസും പങ്കെടുക്കുന്ന കോൺക്ലേവാണ്. അപ്പോൾ അവിടേക്ക് ഒരുപാട് പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്തു, ബിസിനസ്സുകാർ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ് തന്നെയായിരുന്നു അത് ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ സംഘാടക പ്രവർത്തകർ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൻ, മോട്ടിവേഷൻ്റെ 1 സെക്ഷന് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ഈ 4 ലക്ഷം രൂപ പ്ലസ് GST ഇവർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അവിടെ നടത്തിയ പരാമർശങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഓക്കെ, സോ നമ്മൾ ലോജിക്കലി ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാമിന് നമ്മൾ ഏതെങ്കിലും ഒരാളെ ഒരു കേറ്ററിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പന്തൽ പണി, അല്ലെങ്കിൽ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മുടെ പ്രോഗ്രാമെല്ലാം നല്ലതായിട്ട് വെക്കണം. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഫോൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് 12 കൂട്ടം കറിയാന്ന് എഴുതിക്കും. അപ്പോൾ ബാക്കി ഒരു 11 കൂട്ടവും നല്ലതായിരുന്നു. ഒരു കൂട്ടത്തിൽ മാത്രം ചെറിയൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കും അല്ലേ. ഇനി സദ്യ മൊത്തം കുളവായിപ്പോയി, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തിട്ടാൽ ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇപ്പോൾ ഇത്രയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരായി? നിങ്ങൾ പറ, നമ്മളാരായി? ആ ചെറിയൊരു സംഭവം പോലും നമ്മളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അത്രയും പൈസ മുടക്കിയിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ലേ? അങ്ങനെയുള്ളപ്പോൾ ഒരു ബിസിനസ് കോൺക്ലേവിൽ ചെന്നിരുന്നിട്ട് ബിസിനസ്സുകാരെ മുഴുവൻ തെണ്ടികൾ എന്ന് വിളിച്ച് പരാമർശിച്ചത് ശരിയാണ്. അതായത് നമുക്കറിയാം, ഒരു നല്ല പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, അയാളുടെ പ്രോഡക്റ്റ് മാക്സിമം നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും. ഓക്കെ, അത് പലർക്കും പല മാർക്കറ്റിംഗ് രീതികളാണ്. കസ്റ്റമേഴ്സിനെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് ഇല്ലേ? നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സെയിൽ ചെയ്യാൻ നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലട്ടെ, അതിപ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമാണ് നമ്മളെടുത്ത് മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കുക. അപ്പം നമുക്കൊരു കാര്യം, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മാല നിങ്ങൾക്ക് ചേരുന്നുണ്ട്, അങ്ങനെ ഓരോന്നും നമുക്ക് എടുത്തു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഇദ്ദേഹം ഇവിടെ ഈ പരാമർശം യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ റീസെൻ്റായിട്ട് നന്നായിട്ട് ക്ലച്ച് പിടിച്ച ഒരു മേഖലയാണ് സ്റ്റാൻഡപ്പ് കോമഡിയും അത് കണക്കാണ് മോട്ടിവേഷൻ സ്പീക്കർ. കേരളത്തിൽ ഒരുപാട് നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അവരുടെ എല്ലാം തന്നെ മോട്ടിവേഷൻ സ്പീക്കിംഗ് കേൾക്കുന്ന ആളാണ് ഞാൻ. അതിൽ നിന്ന് ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നതും അതൊത്തിരി ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പം ഇത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിൽ യു ഷുഡ് എൻ്റർടൈൻ, എഡ്യൂക്കേറ്റ്, മേക്ക് ആൻ ഇമ്പാക്റ്റ്. ഈ 3 കാര്യങ്ങൾ പറ്റത്തില്ലെങ്കിൽ ഈ പണി അങ്ങ് നിർത്തുക. ഓക്കെ, എൻ്റർടൈൻ, എഡ്യൂക്കേറ്റ്, മേക്ക് ആൻ ഇമ്പാക്റ്റ്. അപ്പം നമ്മൾ പറയും, ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ എപ്പോഴെങ്കിലും നമ്മളെ വഴക്ക് പറയുന്ന നമുക്ക് സംസാരിച്ചിട്ടില്ല? ഉണ്ട്. പക്ഷേ അവരാരും തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുകയോ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ബിസിനസ് കോൺക്ലേവിൽ പോയിരുന്നിട്ട് ബിസിനസ്സുകാരെ മുഴുവൻ ഒരുമാതിരി ഒരു പരാമർശം, ആ വാക്ക് ഞാൻ അധികം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയിൽ ഇതിൻ്റെ സംഘാടകർ പറയുന്നുണ്ട്, ഇദ്ദേഹം ഇതിൻ്റെ പൈസ നേരത്തെ കൈപ്പറ്റിയിട്ടുണ്ട് വിത്ത് GST. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം ഫോണിലൂടെ പറഞ്ഞു എന്ന്, അതായത് മാക്സിമം ഇദ്ദേഹത്തിനുള്ള പ്രൊമോഷൻ കൊടുക്കണം, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അങ്ങനെ മാക്സിമം ഇദ്ദേഹത്തിൻ്റെ ഇത് കൊടുക്കണം. അത് കണക്കെ ഇദ്ദേഹം ഇവരോട് പറഞ്ഞു, ഇയാളുടെ സ്പീച്ച് ഒരു ടൈമിൽ കേൾക്കുക ഒരു 5000-ഓളം വരുന്ന ഓഡിയൻസ് ആണ്. അപ്പം ഇയാളുടെ ബിസിനസ്, അപ്പം പുള്ളി മോട്ടിവേഷൻ സ്പീക്കിങ്ങിനെ ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ആളാണ്. സോ ഹീ ഈസ് എ ബിസിനസ് മാൻ. ഓക്കെ, അപ്പോൾ
പുള്ളിക്കാരൻ എന്താ ചെയ്ത, പുള്ളിക്കാരൻ്റെ എന്താ പ്രൊഫഷനെ ബിസിനസ് ആക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്തു. അതിന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അതെ ഞാൻ നന്നായിട്ട് സംസാരിക്കും കേട്ടോ, ഞാൻ ഈ സെക്ഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ സെക്ഷൻ 5000 പേര് കാണുന്നുണ്ട്, എനിക്ക് 4 ലക്ഷം രൂപ വേണം, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെയ്യുന്ന പ്രവർത്തിയിൽ അയാൾ എങ്ങനെ ന്യായീകരിക്കും? അപ്പം നിങ്ങളാരാ? ആസ് എ ബിസിനസ് മാൻ നിങ്ങളാരാണ്? നിങ്ങൾ പറയും. ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് അതിനെ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്തു. ആ മനുഷ്യനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹിസ് റിയലി ഡിസേർവ്സ്. കാരണം നമ്മൾ മിക്ക ആൾക്കാരും പ്രതികരിക്കാത്ത സ്ഥലത്താണ് പുള്ളി പ്രതികരിച്ചപ്പം എന്താ പറയുന്നത്, അയ്യോ ചേട്ടാന്ന് പറഞ്ഞാൽ അയാളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. പിന്നീട് ഇത് കുറച്ചുകൂടെ പ്രശ്നമായ സമയത്ത് ഈ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞത് ഞാൻ നാളെ പോയിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യും. അതായത് പുള്ളി കുറച്ച് സോഷ്യലി ഫെയിമാണ് എന്നതിൻ്റെ അഹങ്കാരത്തെ പറഞ്ഞതാണ്. ഒരു വീഡിയോ ചെയ്താൽ ഇത് വലിയ പ്രശ്നമാകുമേ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏതാണ്ടൊക്കെ എന്നും പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങിയത്. ഇത്രയും എന്താ പറയുന്ന വിവേകമില്ലാത്ത ആൾ, അല്ലെങ്കിൽ ഇത്രയും ഇല്ലാത്ത ആൾ എങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയി? എൻ്റെ പൊന്നു മക്കളെ, വരുമാനം കൂടാനായിട്ട് പെട്ടെന്ന് ഒരു ഇത് വേണം, അതിന് വേണ്ടി ഒരു ഉടായ്പ് ചെയ്ത് അങ്ങനെ പോയതാണോ? അല്ല, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇതിലൂടെ മനസ്സിലായതില്ലേ, ഇതിപ്പം ഇത്രയും കാലം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കിംഗ് കേട്ട് മോട്ടിവേറ്റ് ആയിട്ടുള്ള ചിലപ്പോഴൊക്കെ നമ്മളുൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ആരായി? അയാൾ ചെയ്തത് ശരിക്കും മോശമാണ് കേട്ടോ. ഇപ്പം ചിലപ്പോൾ അത് അയാളുടെ തെറ്റായിരിക്കത്തില്ല. ഇപ്പോൾ ആസ് എ ടീച്ചർ ചില സമയങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു 1-2 hours ഒക്കെ കണ്ടിന്യൂസ് കയറുമ്പോൾ നമ്മൾ നോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഡെഫിനിഷൻ പറഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നൊരു വാക്ക് ചിലപ്പം നാവിൽ നിന്നൊരു പിഴ കൊണ്ട് മാറിപ്പോകാറുണ്ട്. പിന്നെ അയ്യോ സോറി, അപ്പോൾ കുട്ടികൾ ഒരു മിസ്റ്റേക്ക് അത് അങ്ങനെയല്ലല്ലോ, അപ്പം ഞാൻ ഓ സോറി ദിസ് വൺ, അല്ലെങ്കിൽ ഞാൻ തന്നെ തിരുത്താറുണ്ട്. ഓക്കെ, അത് എല്ലാ പ്രൊഫഷണൽസിനും പറ്റുന്ന കാര്യമാണ്. അതുപോലെ പുള്ളിക്ക് വന്നൊരു നാക്ക് പിഴയാണിത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കുക. ഓക്കെ, ഈ തോൽവികൾ അംഗീകരിക്കുക അല്ലെങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ വലിയ ആൾക്കാരുടെ ലക്ഷണങ്ങളല്ലേ. അപ്പോൾ അനിൽ ബാലചന്ദ്രൻ അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.